ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയതിൽ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. അനുമതിയില്ലാതെ സ്വർണ്ണപ്പാളി ഇളക്കിയത് അനുചിതമെന്നും കോടതി ഉത്തരവുകൾക്കെതിരെയെന്നും ദേവസ്വം ബെഞ്ച് വിമർശിച്ചു. വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് നിർദ്ദേശം. ദേവസ്വം കമ്മീഷണർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, ദേവസ്വം ബോർഡ് എന്നിവർക്ക് വിശദമായ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, അതിരൂക്ഷമായ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് കോടതിയുടെ അനുമതി തേടാൻ ഇഷ്ടം പോലെ സമയമുണ്ടായിരുന്നു, എന്നിട്ട് പോലും അത് ചെയ്തില്ല എന്നതടക്കം കോടതി ചൂണ്ടിക്കാട്ടിയ വിമർശനങ്ങൾ. ഇനി തുടർന്ന് ഉണ്ടാകാൻ പോകുന്ന നടപടികൾ എങ്ങനെയാണ് വിഷ്ണു സുരേഷ്? അതിരൂക്ഷ വിമർശനമാണ് ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് ദേവസ്വം ബോർഡിനുണ്ടായത്. ഇന്നലെയാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഇത്തരത്തിലൊരു റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ദ്വാരപാലക വിഗ്രഹ സ്വർണ്ണപ്പാളി അത് ആരുടെയും അനുമതിയില്ലാതെ, പ്രത്യേകിച്ച് കോടതിയുടെ അനുമതിയില്ലാതെ അവിടെ നിന്ന് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി നീക്കി. അത് അടിസ്ഥാനപരമായി തെറ്റാണ് എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. 2023 തന്നെ ദേവസ്വം ബെഞ്ച് ഉത്തരവുള്ളതാണ്. ശബരിമലയിൽ ഈ സ്വർണ്ണവുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികളൊക്കെ നടത്തണമെങ്കിൽ അത് ശബരിമലയിൽ തന്നെ നടത്തണം എന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒപ്പം ഏതെങ്കിലും തരത്തിൽ പുറത്തേക്ക് കൊണ്ടുപോകുന്നുമെങ്കിൽ അതിന് കോടതി അനുമതി വേണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് വ്യവസ്ഥകളുമാണ് നിലവിൽ ഈ സ്വർണ്ണപ്പാളി അവിടെ നിന്ന് മാറ്റിയ വഴി സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ ദേവസ്വം ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് തന്ത്രിയുടെയും വിജിലൻസ് തിരുവാഭരണ കമ്മിറ്റിയുടെയും ഒക്കെ അനുമതി ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ അത് പോരാ, കോടതിയുടെ അനുമതി വേണമെന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ നടപടി അനുചിതമെന്ന് പറഞ്ഞ കോടതി ഈ വിഷയത്തിൽ വെള്ളിയാഴ്ച വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിലൊരു ഉത്തരവ് ഉടൻ തന്നെ പറയുക. ചെന്നൈയിലേക്കാണ് ഈ വിഗ്രഹപ്പാളി കൊണ്ടുപോയിരിക്കുന്നത് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി. 5 വർഷത്തേക്ക് ഒരാൾ സ്പോൺസർ ചെയ്തതാണ്. 5 വർഷത്തേക്ക് അതിന്റെ വാറന്റി ഉണ്ട്. അതുകൊണ്ട് ചെന്നൈയിലേക്ക് മാറ്റി, അറ്റകുറ്റപ്പണി നടത്തുന്നതിന് വേണ്ടി ചെന്നൈയിലേക്ക് മാറ്റി എന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ വാദം. പക്ഷേ അത് ഈ ഘട്ടത്തിൽ കോടതി അംഗീകരിക്കുന്നില്ല. വീഴ്ച സംഭവിച്ചു.